ഇനിയിപ്പൊ ഞാനുണ്ട്, ഒറ്റയ്ക്കല്ല. എടാ എങ്ങനെ കടപ്പാടറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അയ്യോ കാല് പിടിക്കലൊക്കെ പഴയ ഫാഷനാ, ഒന്നും വേണ്ട. സ്നേഹം ഉണ്ടായാൽ മതി. ഒന്ന് സ്വന്തമായിട്ടൊരു 40 രൂപ മുടക്കി മനസ്സുള്ള ഒരാളൊന്ന് ഒരു പാക്കറ്റ് വാങ്ങിയ ഇതാ കണ്ടില്ലേ, തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിൽക്കാണ്. വാങ്ങിച്ചോ ഇപ്പൊ മുതലാളി നിങ്ങളാണ്. ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക്, തമാശ പറയും. സന്തോഷമായല്ലോ അല്ലേ? നമ്മുടെ പാർട്ട്ണറാണ്, ബോച്ചെ പാർട്ട്ണർ മല്ലിക. കോടീശ്വരിയാകും കേട്ടോ. ഒരിക്കലും ദോഷം വരില്ല എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട്, ആർക്കും ദോഷം വന്നിട്ടില്ല. അവസാനം എൻ്റെ ബോച്ചെ ടീ കമ്പനി വാങ്ങായിരിക്കും കേട്ടോ. ഒരു സെൽഫിക്ക് 40 രൂപ. അത് മല്ലികയ്ക്കുള്ളതാണ്. 160 വന്നു, അപ്പൊ 4 സെൽഫി എടുത്തു. ഇത് വില്ലേജ് വാർത്ത, ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ കാരണം. അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി, നമ്മളൊക്കെ അറിയാൻ കാരണമായി. ഹായ്, നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്തനംതിട്ട തുമ്പമൺ അമ്പലക്കടവിലെ മല്ലിക ചേച്ചിയുടെ, ആ ചേച്ചിയുടെ കടയിൽ കയറി കള്ളന്മാർ A to Z സാധനം എടുത്തുകൊണ്ട് പോയി. അതായത് അവിടുത്തെ നാരങ്ങാ മിഠായി വരെ എടുത്തുകൊണ്ട് പോയി. വളരെ നിസ്സഹായാവസ്ഥയിലായിരുന്നു ആ ചേച്ചി. പക്ഷേ ആ ചേച്ചി ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ചേച്ചിയെ സഹായിക്കാൻ നമ്മുടെ സ്വന്തം ബോച്ച എത്തിയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. നമുക്ക് കാണാം. മല്ലിക എന്തോ ഹാപ്പി അല്ലേ? ഒരുപാട് കൈ പിടിച്ചോ. വിത്ത് പെർമിഷൻ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിവിടെ പത്തനംതിട്ട അമ്പലക്കടവ് അല്ലേ, അവിടെയാണ് ഉള്ളത്. മല്ലിക കടയുണ്ട്. ഈ കട കള്ളന്മാര് വന്ന് പൊളിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഇതില് എനിക്ക് പറയാനുള്ളത്, ഇതൊരു നിലവാരമില്ലാത്തൊരു കള്ളനാണ്. കാരണം കളവ് എന്ന് പറയുമ്പോൾ അവർക്ക് അറിയുന്ന പണി അതാണ്, അത് അവർ ചെയ്യുന്നു. പക്ഷേ കള്ളന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു എത്തിക്സ് വേണം. ഇത് ഒന്നുമില്ലാത്ത ഈ ചെറിയ കടയിൽ കടം വാങ്ങി സ്വരൂപിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിലെ നാരങ്ങ മിഠായി വരെ എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തരി ബാക്കി വെക്കാതെ. അതാണ് ഒരു എത്തിക്സ് ഇല്ലാത്ത കള്ളനാണ്. അത് കള്ളന്മാരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം. നിങ്ങളൊരു പ്രൊഫഷണലിസം SOP ഒക്കെ ഇതിന് വേണം. നിങ്ങളൊരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കണം, എവിടെ കയറണ്ടെന്ന്. ഇതുപോലെയുള്ള നിരപരാധികൾ ജീവിക്കാൻ കഷ്ടപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ ഇതൊക്കെ കള്ളന്മാർക്കും മനുഷ്യരല്ലേ അവര്, നിങ്ങൾക്കും ജീവിക്കണം എനിക്കറിയാം. പക്ഷെ ഒരു നിലവാരം വേണം, ഒരു മനസ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡുള്ള സ്ഥലങ്ങളിൽ കയറി കക്കണം എന്നുള്ള അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഓക്കെ, അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ബോച്ചെ ടീ ലക്കി ഡ്രോ ബിസിനസ്സാണ്, ലക്കി ഡ്രോ ടിക്കറ്റ്. അപ്പോൾ ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി കടയാണ് ഇവിടെ നടത്തുന്നത്. ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് മല്ലികയ്ക്ക് കൊടുക്കുന്നത്. മല്ലിക എന്തുകൊണ്ട് ഇത് അർഹിക്കുന്നു? ബോച്ചേറ്റി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ഇതുപോലെയുള്ള ദൂസേന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. അതുകൊണ്ട് ഇത് സൗജന്യമായിട്ടാണ് സ്റ്റോക്ക് ഇറക്കി ഈ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അപ്പോൾ ഇനി മല്ലികയ്ക്ക് എത്ര പ്രായം? അപ്പോൾ മല്ലികാന്ന് വിളിക്കാം എന്തായാലും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ചേട്ടന്മാര് മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരുടെ ക്യൂ ആയിരിക്കും. ഇതിപ്പോൾ ലോകം മുഴുവൻ അറിയും ഇവിടെ ഈ കട. മാത്രമല്ല ഇതിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, കച്ചവടം കിട്ടുന്ന വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും പിന്നാലെ പോകണ്ട. ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കും മല്ലികയുടെ കടയുടെ മുമ്പിൽ. കാരണം ഇതിന്റെ മുകളിൽ കൂപ്പണ. ദിവസേന ഓരോ ഭാഗ്യവാന് 10 ലക്ഷം രൂപയും 13,704 പേർക്ക് ദിവസേന ക്യാഷ് പ്രൈസ് 25,000, 10,000, 5,000, 1,000, 100 അങ്ങനെ ക്യാഷ് പ്രൈസുകളുണ്ട്. ബമ്പർ പ്രൈസ് 25 കോടി രൂപയാണ്. ഇനി കള്ളന്മാർ വരില്ല എന്ന് വിചാരിക്കണേ. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കള്ളന്മാരിൽ. അതുകൊണ്ട് ഞാൻ നാളെ ജയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി. കണ്ണൂരാണോ എവിടെയാണോ. അപ്പോൾ കള്ളന്മാരൊക്കെ കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഏത് കട കട്ടാലും ബോച്ചയുടെ കട ഞങ്ങൾ കക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവർ കേൾക്കും. ഇനി ഇവിടെ കയറില്ല കേട്ടോ.
പേടിക്കണ്ട. എന്ന് വെച്ചാൽ കട പൂട്ടാണ്ട് പോയിരിക്കും, കണക്കൊക്കെ വെച്ചോളൂ എന്നുള്ളത്. ഒന്ന് സ്വന്തമായിട്ടൊരു 40 രൂപ മുടക്കി മനസ്സുള്ള ഒരാളൊന്ന് ഒരു പാക്കറ്റ് വാങ്ങിയ ഇതാ കണ്ടില്ലേ, തുടങ്ങുമ്പോഴേക്കും ആൾക്കാർ വാങ്ങാൻ ക്യൂ ആയിട്ട് നിൽക്കാണ്. വാങ്ങിച്ചോ ഇപ്പൊ മുതലാളി നിങ്ങളാണ്. വാങ്ങിച്ചോളി. 4 പാക്കറ്റ് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റിനൊപ്പം. അതില് ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ മുകളിൽ കൂപ്പൺ ഉണ്ട്. അത് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ QR കോഡ് സ്കാനിങ് ഉണ്ട്. ഫോൺ വെച്ച് QR കോഡ് സ്കാൻ ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഫോണിലേക്ക് വരും. ദിവസേന രാത്രി ആ റിസൾട്ട് വരുമ്പോൾ ഒത്തു നോക്കിയാൽ 10 ലക്ഷം എത്ര അടിച്ചെന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെയാണ്. സന്തോഷമായോ? ബോച്ച വന്നപ്പോൾ എന്താ തോന്നിയേ? ഇത് വില്ലേജ് വാർത്ത ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ കാരണം. അത് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തി, നമ്മളൊക്കെ അറിയാൻ കാരണമായി. അങ്ങനെ നല്ലവരായ പലരും ഈ വാർത്തകൾ നൽകി. ഇത് അർഹിക്കുന്നതാണ്, ജനൂനാണ്. ഇതുപോലെ ഞാൻ മാത്രമല്ല, പല സംഘടനകളും ഇത് എത്തുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാവുന്നത്. ഇനിയിപ്പം ഞാനുണ്ട്, ഒറ്റയ്ക്കല്ല. എടാ എനിക്ക് എങ്ങനെ കടപ്പാട് അറിയിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒത്തിരി അയ്യോ കാല് പിടിക്കലൊക്കെ പഴയ ഫാഷനാ. ഒന്നും വേണ്ട, സ്നേഹം ഉണ്ടായാൽ മതി. നന്നായി വരട്ടെ. ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി ഒരു വലിയ ചായ സാമ്രാജ്യത്തിൻ്റെ ഓണറായി മാറട്ടെ. ഇപ്പോൾ ഒരു ഓണറായി, ഇനി ഇത് പന്തലിച്ച് വളരട്ടെ. ചിരിച്ച ഇതൊക്കെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇനി ചിരിക്ക്, തമാശ പറയും. ഇനി കച്ചവടം ചെയ്ത് ഇനി ഉഷാറായിട്ട് മുമ്പോട്ട് പോവാം. ഒക്കെ കഴിഞ്ഞ് സന്തോഷമായല്ലോ അല്ലേ? നമ്മുടെ പാർട്ട്ണറാണ് ബോച്ചെ പാർട്ട്ണർ മല്ലിക. ആദ്യത്തെ പാർട്ട്ണറാണ് ബോച്ചെ പാർട്ട്ണർ. ഫ്രാഞ്ചൈസി കടയുടെ ആദ്യത്തെ ബോച്ചെ പാർട്ട്ണറാണ്. പ്രസ്റ്റീജിയസ് പാർട്ട്ണർ. കോടീശ്വരിയാകും കേട്ടോ. ഒരിക്കലും ദോഷം വരില്ല. എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് ആർക്കും ദോഷം വന്നിട്ടില്ല. അർഹതപ്പെട്ടവർക്കാണ് കൊടുത്തത്, കിട്ടിയിട്ടുള്ളത്. ആദ്യം ഇത് വലിയൊരു ലോഞ്ച് ബോംബെയിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ വലിയൊരു ലോഞ്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. ഒരു ബോളിവുഡ് സ്റ്റാറിനെയൊക്കെ വെച്ചിട്ട് വലിയ പ്ലാനിങ്. 1 ലക്ഷം കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക, ബോച്ചെ പാർട്ട്ണർ ബ്രാൻഡിലുള്ളത് എന്ന് പ്ലാൻ ചെയ്ത്. പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കും സൃഷ്ടാവിൻ്റെ ഹിതം. നല്ലൊരു തുടക്കം എളിയ രീതിയിൽ അർഹിക്കുന്ന ഒരാളിലൂടെ ആണ് തുടങ്ങാൻ. അപ്പോൾ ആ ബോളിവുഡ് സ്റ്റാറിനെ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ശരിക്ക് ആ ബോളിവുഡ് താരം ഇതാണ്, ശരിക്കും മല്ലികയാണ്, മല്ലിക ഷെരാവത്ത്. ഇവര് ഇത് വളരെ കറക്റ്റായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തി. കറക്റ്റായിട്ട് ഒരുപാട് പേര് വന്ന് ഇവിടെ സാധനം വാങ്ങി. ഇത് ഫസ്റ്റ് കൗണ്ടർ തീർന്നു, സ്റ്റോക്ക് തീർന്നു. ഫസ്റ്റ് കൗണ്ടർ ഇതാ ഇവിടുത്തെ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മല്ലിക ചേച്ചി എല്ലാവരും വന്ന് സഹായിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.